ഹായ് ഗായ്സ്, ഡെയിലി ടോപ്പ് 10 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് കോണ്ടന്റ് തന്നെയാണ്. സായി കൃഷ്ണ അവരുടെ ഒരു ബയോഗ്രഫി നമുക്ക് ഒന്ന് ചെയ്യാമെന്ന് കരുതി. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസിൽ സായി കൃഷ്ണനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് സീക്രട്ട് ഏജന്റ് എന്ന അല്ലെങ്കിൽ അരിയണ്ണൻ എന്നറിയപ്പെടുന്ന 500-ലധികം ഇവരുടെ എണ്ണമുള്ള ഒരു ജനപ്രിയ യൂട്യൂബറാണ് മിസ്റ്റർ സായി കൃഷ്ണ. തൻ്റെ ഉള്ളടക്കത്തെയും നിഷ്പക്ഷവും പക്ഷപാതവും മതേതരവും സമീപനവും നിലനിർത്തുന്നതിന് അദ്ദേഹം അറിയപ്പെടുന്നു. കൂടാതെ ഏതെങ്കിലും പ്രത്യേക മതവുമായോ രാഷ്ട്രീയ പാർട്ടിയുമായോ ചേരില്ലെന്ന് അവകാശപ്പെടുന്നു. ഈ ഒരു കാര്യം കഴിഞ്ഞ 2025 ന്യൂ ഇയറിൻ്റെ ഒരു വിഷയത്തിൽ സിജോ എന്ന് പറയുന്ന വ്യക്തിയുടെ കല്യാണത്തിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. മതവും രാഷ്ട്രീയവും എനിക്കില്ല, ഇതുമായി ബന്ധപ്പെട്ട് എന്നെപ്പറ്റി നിങ്ങൾ കോണ്ടന്റ് ചെയ്തോളൂ, എന്നെപ്പറ്റി നിങ്ങൾ കോണ്ടന്റ് ചെയ്ത് അരി ഉണ്ടാക്കിക്കോളൂ എന്ന് പെർമിഷൻ അവർ തന്നതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു റിലവൻറ്റ് ലോകമാണ്. സായി കൃഷ്ണയെ കുറിച്ച് രഹസ്യ ഏജന്റ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ യൂട്യൂബർ എന്ന കാറ്റഗറിയിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നമ്മളൊന്നും അദ്ദേഹത്തെക്കാളും വലിയ വളർന്നിട്ടില്ലെങ്കിലും ജനപ്രീതി ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ പറയുന്നു, സായി കൃഷ്ണക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഇല്ല എന്ന് പറയുന്നത് അത് നമ്മളെയൊക്കെ വളരെ നമ്മളെ ബോധർ ചെയ്യാതെ സംസാരിക്കുന്നു എന്നൊരു സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റിന്റെ കാര്യത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? എന്നാൽ എനിക്ക് ഫോളോവേഴ്സ് ഇല്ല, എനിക്ക് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന അരിയണ്ണൻ, നിങ്ങൾക്ക് ഞാനൊരു ചെരിഞ്ഞ മരമാണ് എന്നൊക്കെ സ്വയം തന്നെ ട്രോളാൻ എന്തുകൊണ്ട് സീക്രട്ട് ഏജന്റിന് സാധിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ആർക്കും പറയാം, ആരുടെയും സ്വാതന്ത്ര്യമാണ്. കുടുംബങ്ങളെ പറ്റി പറയരുത്, അത് നമുക്ക് പറയാം. കാരണം നമ്മൾ ചെയ്തത് പ്രൊഫഷണലിസമാണ്, അല്ലാതെ കുടുംബമായോ യാതൊരു ബന്ധവുമില്ലാതെ അലിഗേഷൻസും പുറത്ത് നടക്കുന്ന, അതായത് റിയാലിറ്റിയുടെ പുറത്ത് നടക്കുന്ന പബ്ലിക് റിലേറ്റഡായ കോണ്ടന്റാണ് നമ്മളെല്ലാവരും സ്വീകരിയ മുറിയിൽ നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ 500-ലധികം വിവരങ്ങളുള്ള എണ്ണമുള്ള ഒരു ജനപ്രിയ യൂട്യൂബറാണ് ഈ പറഞ്ഞത്. അപ്പോൾ ജനപ്രിയം എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആവണമെങ്കിൽ ഉള്ളടക്കത്തിൽ നിഷ്പക്ഷവും പക്ഷവും മതേതരവും സമീപനവും നിലനിർത്തുന്ന അദ്ദേഹത്തിന് അറിയപ്പെടുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സായി കൃഷ്ണനെ കുറിച്ച് നമുക്കറിയപ്പെടും. കൂടാതെ എന്തെങ്കിലും പ്രത്യേക മതവുമായോ രാഷ്ട്രീയമായോ പാർട്ടിയുമായോ ചേരില്ലെന്ന് അദ്ദേഹം, അങ്ങനെയുള്ളൊരു രാഷ്ട്രീയക്കാരനാണോ അല്ല, മതത്തെ വിശ്വസിക്കുന്നു അതിലും. അപ്പോൾ 0 ഫോളോവേഴ്സ് എന്നും പറയും, നോ, അത് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. സായി കൃഷ്ണന് 0 ഫോളോവേഴ്സ് ആണെങ്കിൽ സായി കൃഷ്ണൻ എന്നറിയപ്പെടുകയില്ല എന്നത് സത്യമായ ഒരു കാര്യമാണ്. പക്ഷെ അത് അവകാശപ്പെടുന്നു എന്ന് പറയുന്ന വാക്കിൽ അദ്ദേഹം ഇതിൽ അങ്ങനെയാണ് പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും ഭാവിയിൽ ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്നും പറയും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുമ്പോൾ അത് ആ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ പാർട്ടിയെ വിശ്വസിക്കുന്നില്ല എന്നല്ല, പാർട്ടി എന്ന കാര്യത്തിലെ ഏത് രാഷ്ട്രീയവും അദ്ദേഹത്തിന് ഏത് രാഷ്ട്രീയക്കാർ വിളിച്ചാലും പോകുമെന്ന ഒരു മറുപടിയാണത്. ഒരു രാഷ്ട്രീയ പാർട്ടി തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡൗൺ ചെയ്തതിനെ തുടർന്ന്
യൂട്യൂബർ എന്ന നിലയിൽ അദ്ദേഹത്തിന് യാത്ര ആരംഭിച്ചത് സമകാലിക സംഭവങ്ങൾ, സിനിമ അവലോകനങ്ങളെക്കുറിച്ചും ഉൾക്കാഴ്ചയുള്ള അഭിപ്രായങ്ങൾ നൽകുന്ന വീഡിയോകൾ നിർമ്മിക്കുന്നതിലാണ്. അദ്ദേഹത്തിൻ്റെ ചാനൽ പ്രാഥമികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഭാര്യ സ്നേഹയും സുഹൃത്ത് ജിത്തവും ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. യെസ്, ഇങ്ങനെയാണ് അവരുടെ ഒരു ജേണി എന്ന് പറയുന്നത്. കുടുംബവുമായിട്ടും സുഹൃത്തുക്കളും തമ്മിൽ ജിത്തു എന്ന് പറയുന്ന വ്യക്തിയും ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് നമ്മൾ സ്ഥിരം കാണുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ കോണ്ടന്റ് ചെയ്തത്. കുടുംബ ജീവിതം അത്ര രസകരമല്ലെങ്കിലും 2020 ഓഗസ്റ്റ് സായി കൃഷ്ണനും സ്നേഹ നായരും വിവാഹിതരായി. സ്കൂൾ കാലം മുതൽ ഇരുവരും പരസ്പരം അറിയുകയും ദീർഘകാലം നിലനിൽക്കുന്ന പ്രണയബന്ധവുമാണ് സായി എന്ന് പറയുന്ന വ്യക്തിയും സ്നേഹ എന്ന് പറയുന്നത്. ബ്രില്യൻറ്റ്. നിങ്ങൾ ആ ഒരു സ്നേഹം നിലനിർത്തിയതിനു വേണ്ടി. പിന്നെ രസകരമായ ചില വസ്തുത. സായി കൃഷ്ണ ഒരു നായ് പ്രേമിയാണ്, ഡോഗ് പ്രേമിയാണ്. അദ്ദേഹം ആ ഒരു പറഞ്ഞ കാര്യത്തിൽ ഒരു സായി കൃഷ്ണക്ക് പെറ്റ്സിനോട് വളരെ താല്പര്യമുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായി. കൂടാതെ ഏകദേശം 12 പ്രിയപ്പെട്ട നായ്ക്കുട്ടികളുള്ള ഒരു കുടുംബമാണ് യൂട്യൂബർ എന്ന നിലയിൽ. ഒരു കരിയർ പിന്തുടരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ക്രിക്കറ്റ് കളിക്കാരനാണെന്ന നിലയിൽ സജീവമായി ഏർപ്പെട്ടിരുന്നു എന്നും കൂടി അദ്ദേഹത്തെ പറ്റി പറയുന്നു. അത് ശരിയായിരിക്കാം. നമുക്കും പല ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെയുള്ള ആഗ്രഹമുണ്ട് എന്ന് മാത്രം. ഇതുവരെ അങ്ങനെയുള്ളൊരു സ്പോർട്സ് മേഖലകളിലോ ഒന്നും നമ്മൾ സജീവമായിട്ടില്ല. അങ്ങനെ സജീവമാകുന്നവരാണെങ്കിൽ അത് നല്ലത്. അത് അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ അതൊക്കെ ഉണ്ടാകുമ്പോൾ റിയാലിറ്റി ഒരു എൻജോയബിൾ ആവും എന്നത് മറുഭാഗമാണ്. സായി കൃഷ്ണയുടെ സാമ്യമുള്ള മറ്റ് മലയാളികളെ പരിശോധിക്കുക. ജനുവരിയിലാണ് ജനിച്ചത്. 1993 ജനിച്ചു. വെള്ളിയാഴ്ച ജനിച്ച വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ സ്വാധീനിക്കുന്നവർ. അങ്ങനെ പല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ തന്നെയാണ്. 2020 ന്യൂ ഇയറിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇടുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുക ഒരു യൂട്യൂബർ എന്ന നിലയിൽ. അദ്ദേഹം യൂട്യൂബിലുമുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിരവധി ഫേക്കായ കാര്യങ്ങളും നടക്കുന്നുണ്ട്, നല്ല കാര്യങ്ങളും. അദ്ദേഹം ഇപ്പോഴും മേയറിലാണ്. അദ്ദേഹം ഇറങ്ങിയില്ല. കാരണം മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ കാരണം അദ്ദേഹം വളരെ വലിയൊരു എയറിൽ തന്നെ നിന്ന് കളിക്കുകയാണ്. അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അരിയണ്ണൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അരി വാങ്ങുന്നവർ തന്നെയാണ്. പക്ഷേ ചില കാര്യത്തിൽ ആരോടും എന്തും പറയാമെന്ന ആ ഒരു ധൈര്യം സെക്രട്ടേറിയറ്റിന് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മതവും രാഷ്ട്രീയവും ഇത് രണ്ടും തുല്യ പ്രാധാന്യമുള്ളൊരു മേഖലയുമാണ്. അതാരും അങ്ങനെ അതിനെ അടിച്ചാക്ഷേപിച്ചാൽ അത് നിന്ന് തരുന്ന ഒരു സമൂഹവുമല്ല മലയാളികൾ എന്നത് ഓർക്കണമെന്നത്. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും, ഏത് ഗവൺമെൻറ് സിറ്റിയിൽ നമ്മൾ പോയി ചെന്നപ്പെടുമ്പോൾ അവിടെ മതവും രാഷ്ട്രീയവും സ്വാധീനിക്കുന്നുണ്ട്. അതിൽ സജീവമാകണമെന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ പൂർണ്ണമായും തള്ളിക്കളിയുന്നത് സായി കൃഷ്ണനുണ്ടോ എന്ന് പറഞ്ഞാൽ നോ എന്ന് പറയേണ്ടി വരും. കാരണം സായി കൃഷ്ണൻ അങ്ങനെ മതത്തെ തള്ളിപ്പറയുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കല്യാണം കൂടുന്ന സ്ഥലത്തോ ഒരു പ്രാഥമിക ചടങ്ങിൽ എന്ത് കാര്യത്തിനും ഉണർന്ന് പ്രവർത്തിക്കില്ല. അത് വയനാട് ദുരന്തത്തിൽ ഏർപ്പെട്ടപ്പോൾ ആ ജനങ്ങളെ രക്ഷിക്കാൻ കാണിക്കുന്ന മനസ്സുള്ളവന് എന്തെങ്കിലും മനസാന്നിധ്യം വേണം, എന്നാലേ അവരെ രക്ഷപ്പെടുത്തണമെന്നുള്ളൊരു യൂട്യൂബറിൻ്റെ ആ കമ്മ്യൂണിറ്റി ഇടപെടുന്നതെങ്കിൽ അവിടെ ഈ പറയുന്ന മതവും രാഷ്ട്രീയവും ഒന്നിക്കണം. എന്നാൽ മാത്രമേ അവിടെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടാകുന്നുള്ളൂ. അപ്പം ഇൻഫ്ലുവൻസറിൻ്റെ ടാഗ് തന്നെ രണ്ടിനെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സംരംഭമാകണം. അല്ലെങ്കിൽ ആ സഹായം ചെയ്യുന്നതിലും ആരുടെയെങ്കിലും ബന്ധപ്പെട്ട എല്ലാം ഗവൺമെൻറ്റിലേക്കാണ് അർപ്പിക്കുന്നത്, നേരിട്ടൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്. അപ്പം
രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മതത്തെ ഇഷ്ടപ്പെടുന്നുള്ളവർ മതത്വകരമായ കാര്യങ്ങളിലും അതിലെ സെലിബ്രേഷനിലും കൂടെയും അരിയണ്ണൻ എന്ന് പറയുന്ന ഈ സീക്രട്ട് ഏജന്റ്, നമുക്കിപ്പോൾ സായി എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്ന ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എന്ന പേരിലും ഇപ്പോൾ 2024 അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം ആയിരുന്നു. സീക്രട്ട് ഏജന്റ് ആറാടിയ കാലഘട്ടം എന്ന് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നു. കാരണം അദ്ദേഹത്തെ ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തെ ഇതുവരെ കാണാൻ പറ്റിയില്ല. ഒരു കണ്ണൂരുകാരനാണെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അദ്ദേഹം പല വീഡിയോയിലും പല കാര്യത്തിൽ പല രീതിയിൽ സ്റ്റാൻഡ് എടുക്കുന്ന വ്യക്തിയും കൂടി ആയതുകൊണ്ട് അദ്ദേഹം ഒരു യൂട്യൂബർ ആവാനുള്ള കെൽപ്പലിറ്റി ഉള്ളവരാണ്. മറ്റു പേർ ചിലർ പറയുന്ന കാര്യത്തിൽ പറയുമ്പോൾ ചിലർ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാവാം. അദ്ദേഹത്തെ ഹേറ്റേഴ്സ് കുറേ നിരവധി പേർ ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടെന്നും ഫാൻസ് ഉണ്ടെന്നും അദ്ദേഹം മറക്കുന്നു. ഹേറ്റേഴ്സിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മളൊപ്പരം ഉണ്ടാവണം. അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നീന്ന് കുത്തുന്നതും അറിയില്ല, മുന്നിൽ നിന്ന് നിൽക്കുന്നത് ആരാണെന്ന് പോലും അറിയാം. സ്നേഹിക്കുന്നവരെ തള്ളിക്കളയുന്നത് അതൊരു നല്ല രസമാണോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് അത് ഒരു വീർപ്പുമുട്ടലാവും. അതാണ് ഒരു ഡോഗിൻ്റെ ഇമോഷനിൽ പോലും സായിക്ക് സഹിക്കാൻ പറ്റുന്നെങ്കിൽ മനുഷ്യൻ്റെ കാര്യത്തിൽ തീർച്ചയായും സായിക്ക് സഹിക്കാൻ പറ്റില്ല. സായി അത് പ്രകടിപ്പിച്ചതാണ് ബിഗ് ബോസ് എന്ന ഷോയിലൂടെ. സായി എന്താവണമെന്നും സായി എങ്ങനെ പെരുമാറണമെന്നും ജനങ്ങൾ ആഗ്രഹിച്ചെടുത്തുന്ന സായി അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു തിരിച്ച് മറുപടിയാണ്. അതൊന്നുമല്ല ഞാൻ കാണിക്കുന്നത്. ഞാൻ വന്നു, നോർമലായി നിന്നു, നോർമലായിട്ട് തന്നെ ഞാൻ ഇറങ്ങിപ്പോകുമെന്നൊരു ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് സായി പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് ജിൻഡോ എന്ന വ്യക്തിയാണ് അവിടെ വിജയിച്ചത്. പക്ഷെ വിജയിച്ചതിന് നിലവിൽ ഒന്നും കിട്ടുന്നുമില്ല. പരാജയത്തിൻ്റെ മുഖമാണ് നമ്മളെല്ലാവരും പേശി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിജയവും പരാജയവും ഒന്നുമല്ല എന്നത് തെളിയിക്കാൻ സാധിച്ചു എന്നത് വളരെ വ്യക്തതയുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകരും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മൂവി റിവ്യൂസും കോണ്ടന്റ് പരമായ കാര്യങ്ങളും ഒക്കെ കാണുമെങ്കിലും ചില സ്ഥലത്ത് അദ്ദേഹം സക്സസ്ഫുൾ ആവുമെങ്കിലും ചില നിലപാടില്ലായ്മ സംതിങ് അത് ഒരു വെറുതെ എല്ലാത്തിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കി റീസെൻ്റ്ലി കണ്ടന്റ് അത് നമുക്ക് നല്ലതാണ്. എപ്പോഴും ഒരു കണ്ടന്റ് ഇട്ട് പ്രേക്ഷകരെ മടുപ്പിക്കുന്നത് നല്ലതാണോ എന്നറിയില്ല. എനിക്ക് എപ്പോഴും കണ്ടന്റ് ഇടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കണ്ടന്റ് എപ്പോഴും നമ്മളെ മുന്നിൽ എത്തണമെന്നൊന്നുമില്ല. എല്ലാം പ്രവചിതാനിതമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാം നടന്നു പോകും. അപ്പോൾ സായി കൃഷ്ണൻ്റെ കാര്യത്തിൽ ആ മാർക്കോ എന്ന് പറയുന്ന സംഭവത്തിൽ കൂടുതൽ കയറി പിടിച്ചത് അദ്ദേഹത്തെ ബന്ന് പിടിച്ചിട്ട് അത് വേണ്ടായിരുന്നു. അതൊക്കെ ഒരു ഓവർ റിയാക്ഷനായിട്ട് എനിക്ക് തോന്നി. ഓവർ റിവ്യൂ ഓവർ റിയാക്ഷനൊക്കെ ആകുമ്പോൾ അത് ജനങ്ങളെ മടുപ്പിക്കും. നമ്മളൊക്കെ വ്യൂവേഴ്സ് തള്ളിക്കളയാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെ വ്യൂവേഴ്സ് തിരിച്ചു വന്നതുകൊണ്ട് അവർ എങ്ങനെയൊക്കെ ഒരു പ്രേക്ഷകരെ കാണുന്നു, എങ്ങനെയൊക്കെ ഒരു യൂട്യൂബറെ നിലപാടിലെത്തിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് അവരെ പ്രൊവോക്ക് ചെയ്തും അവരെ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ കൊണ്ട് ഗർജനമായി സംസാരിക്കുമ്പോൾ ഏത് യൂട്യൂബറിൻ്റെയും ഒരു അടി പതറ. അങ്ങനെ ഒരു ബാഡ് ഇമേജ് നമ്മളെ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും തകരുമെന്ന്, നമ്മളുടെ സ്റ്റാൻഡ് നമ്മൾ വിട്ട് കളയേണ്ടി വരുമെന്നാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ഉറച്ച തീരുമാനത്തെ പിടിച്ചു നിന്ന് അതേ വഴികളിലൂടെ തന്നെ സഞ്ചരിക്കുക എന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ സായി സിജോ എന്ന് പറയുന്ന വ്യക്തിയുടെ കല്യാണത്തിലും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൂട്ടത്തിൽ ഇരിക്കാനും ഗ്രൂപ്പ് ഡിസ്കഷനും സായി ഒറ്റക്കല്ല എന്നത് അതിൽ ഒരു ഉത്തരമാണ്. സായി എല്ലാവരോടൊപ്പം സ്നേഹം കൂടാനാണ്. അപ്പം സ്നേഹബന്ധങ്ങൾ അവിടെ
ഉണ്ട് എന്നത് ഒരു വ്യക്തതയാണ്. അപ്പോൾ ചില കാര്യം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ രണ്ട് ഐക്യം സായിക്ക് കൂടുതലില്ല. സായി എന്താണ് വിശ്വസിക്കുന്നത്, സായി എന്ന വ്യക്തി യൂട്യൂബർ ആ രീതിയിലൊക്കെ പ്രൊണൗൺസിയേഷൻ നമ്മുടെ വാക്കുകളിലൂടെ സംസാരിക്കുമ്പോൾ അത് സംഖ്യകളും അങ്ങനെയുള്ള വർഗീയത വിളിച്ചു വരുത്തും. നമ്മളത് പറഞ്ഞ് അതിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നു എന്നതാണ്